ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 5-ാം തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ നാം ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ തീക്ഷ്ണതയോടെ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന UAE-യിലെ റാസൽ ഖൈമയിൽ നിന്നുള്ള ഡാനിയൽ സ്നേഹ ദമ്പതികളെ നാം പരിചയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ക്രിസ്തു സാക്ഷ്യങ്ങളായി മാറാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഡാനിയൽ ചേട്ടാ, സ്നേഹ ചേച്ചി, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് കൂടിയായിരിക്കുന്നത്. കാരണം നഴ്സസ് മിനിസ്ട്രിയോട് അനുബന്ധിച്ചിട്ട് റാസൽ ഖൈമ ചർച്ചിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും നിങ്ങൾ രണ്ടാളും ഒരേ തീഷ്ണതയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളറിയാം, പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തോ? എൻ്റെ പേര് ഡാനിയൽ വൈദ്യനാഥൻ. 1994-95 വർഷത്തിൽ ദിവയിൽ നിന്ന് ബാപ്റ്റിസം എടുത്തു. പിന്നെ ഇവിടെ വിസിറ്റിങ്ങിൽ വന്നു, മാരേജ് കഴിഞ്ഞു. എൻ്റെ ജീവിത പങ്കാളി സ്നേഹ. എൻ്റെ പേര് സ്നേഹ ഡാനിയൽ. റാസൽ ഖൈമ നഴ്സായിട്ട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. 98-ലാണ് വിശ്വാസം വന്ന ശേഷം 98-ലാണ് ഷാർജ സെൻറ്റ് മൈക്കിൾ ചർച്ചിൽ വെച്ചിട്ട് ജോസഫ് സോളമൻ അച്ഛനിൽ നിന്നാണ് മാമോദിസ സ്വീകരിച്ചത്. അതെ, ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതിനെ കുറിച്ചിട്ട് നിങ്ങളൊരു എപ്പിസോഡ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? തീർച്ചയായിട്ടും അത് പരിശുദ്ധ ബലിയിൽ കൂടിയാണ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. ഇത് കൂടാതെ വചനം എടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ എടുത്ത് വായിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് കിട്ടുന്നുണ്ട്. വചനമില്ലാതെ അല്ലെങ്കിൽ വചനം നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, അത് എഴുത്ത് നമ്മുടെ അതരം കൊണ്ട് എഴുത്ത് ചൊല്ലുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദൈവത്തിൻ്റെ ശക്തി അതിലേക്ക് കൂടുതൽ ആഴമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്. ഏട്ടൻ പറഞ്ഞത് കണക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. ഏതൊരു വിശ്വാസിയുടെയും പവർ ബാങ്ക് എന്ന് പറയുമല്ലോ, അത് പരിശുദ്ധ കുർബാനയാണ്. ഞങ്ങളുടെ ഇടവക അതിലുള്ള നക്കിൽ ദേവാലയത്തിൽ കുർബാനയ്ക്ക് ആദ്യം ഇരുന്നപ്പോൾ കുർബാന കഴിഞ്ഞ് കുർബാന സ്വീകരിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വ്യക്തി വന്നിന്ന് ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഒരു തടുന്നായിട്ട് അനുഭവം ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാനത് കരുതി നമ്മുടെ അച്ഛൻ എങ്ങനെ കുർബാന ഒത്തിരി ആളപ്പോൾ നീണ്ടു വരാൻ വേണ്ടിയിട്ടാവന്നിട്ട് മാറിയൊക്കെ ഞങ്ങൾ നീങ്ങിയിരിക്കുമ്പോഴുണ്ടാവും. പിന്നെ കണ്ണ് തുറന്നിങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ ഓൾറെഡി സ്തുതി പറയാൻ വേണ്ടി നിൽക്കുന്ന സമയം വരെ ആയിരിക്കും ഇത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ മാറി കൂടെ ആദ്യം ഉണ്ടാകുമായിരുന്നു. അതായത് ഈശോ സ്പർശിക്കുന്ന ഒരു അനുഭവം അല്ലേ? അതെ. അത് ഞാൻ എന്നിട്ട് എനിക്കത് അറിയില്ല ഈശോയുടെ സ്പർശനാണെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമായിരുന്നു. അപ്പോൾ ഏട്ടനോട് പറയുമ്പോൾ ഏട്ടൻ അത് ഈശോയുടെ അനുഭവമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കൽ എൻ്റെ ആങ്ങളെ ഇങ്ങനെ സുഖിലാണ്ടിരിക്കുന്ന ആങ്ങളെയായിരുന്നു. അപ്പോൾ അവൻ്റെ കാര്യത്തിലാകാതെ അതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. കുർബാനയ്ക്ക് വന്നിട്ട് ഈശോയുടെ ഉള്ള സ്നേഹം അതുപോലെ ഉണ്ടെങ്കിലും അവർ ചാനൽ പറ്റണില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ ഈശോ വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈശോ ആയിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈശോ എൻ്റെ തോള് തട്ടിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞാനില്ലേ നിനക്ക്, ഞാനിവിടെ ഇല്ലേ ഉള്ളത് എന്നിങ്ങനെ ഒരു സ്വരം ഞാൻ കേട്ടു. അതായത് നമ്മുടെ ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ വന്നു അല്ലേ? അതെ. പിന്നെ ഞങ്ങളുടെ വലിയ ഇടവകയായിട്ടുള്ള ജസീറ ചർച്ചിൽ ഞാൻ ഏത് പള്ളിയിൽ പോവുകയാണെങ്കിലും അവിടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ആദ്യം ചോദിക്കും, ഈശോ എവിടെ ഉള്ളത്, എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അനുഭവം എനിക്ക് തരണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, എന്താ ഈശോ ഇവിടെ നിന്നില്ലേ, അത് നക്കിൽ ചർച്ചിൽ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ കുർബാന തുടങ്ങിയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയിലിരുന്നു.
അപ്പോൾ അന്ന് ഞങ്ങളുടെ ഇടവകയിലൊരു ഒരച്ഛൻ, ഫിലിപ്പിനോ അച്ഛനാണ്. അദ്ദേഹം നല്ല യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. പക്ഷെ എനിക്ക് സ്ലാങ് അത്ര മനസ്സിലായില്ല. അപ്പം ഞാനിങ്ങനെ എന്നിട്ടിങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവേ, അച്ഛൻ എന്ത് ആത്മാർത്ഥമായിട്ട് പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ സ്റ്റെപ്പ് ആൾത്താരയ്ക്ക് കയറിപ്പോൾ 4 സ്റ്റെപ്പാണ് അവിടെയുള്ള. അതിൽ മേലത്തെ 2 മുതൽ താഴെ വരെ ഇങ്ങനെ തൂവെള്ള ഡ്രസ്സിൽ ചുമന്ന മേലങ്കി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു, ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയുന്നു, നീ എന്നിൽ നിന്നും പഠിക്കുക 2 പ്രാവശ്യം പറഞ്ഞു. അപ്പം എനിക്കുള്ളിൽ സന്തോഷമുണ്ടായി. എന്നാൽ ഞാൻ മനസ്സിലോട് പറഞ്ഞു, ഈശോയ്ക്ക് അച്ഛനെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ ഈശോ എന്നിങ്ങനെ പറയണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ 2-3 കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ഈ രൂപം അങ്ങ് മാഞ്ഞുപോയി. ചേച്ചി ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, ബുദ്ധിമാന്മാരിൽ നിന്നും ശക്തന്മാരിൽ നിന്നും മറിച്ച് അത് ശിശുക്കൾക്കാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണേന്നല്ലേ. ചേച്ചിയുടെ ആ നിഷ്കളങ്കമായ ചോദ്യങ്ങൾക്ക് ഈശോ ഉത്തരം തരുന്നത് എത്ര മനോഹരമായിട്ടാണ്. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ശിശുക്കൾ തന്നെയാണല്ലോ. അതെ അതെ, പ്രൈസ് ദി ലോർഡ്. പിന്നീട് കുർബാനകളിലാണെങ്കിലും മറ്റുള്ളവരോട് ഞാനിങ്ങനെ പരിശുദ്ധ കുർബാനയിലുണ്ടാകുന്ന അനുഭവങ്ങൾ പറയും. പിന്നെ അതിൻ്റെ ശേഷം ഒരിക്കൽ ഞങ്ങളുടെ നക്കിൽ ചർച്ചിലൊരിക്കൽ ഇങ്ങനെ ഉണ്ടായി. അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ എനിക്ക് ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് മഹത്വം. അപ്പോൾ 2 പേർക്കും ആ ഒരു എനർജി കിട്ടുന്നത്, ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള എനർജി കിട്ടുന്നത് പരിശുദ്ധ കുർബാനയും പിന്നെ ഡാനിയൽ ചേട്ടൻ പറഞ്ഞ പോലെ വചനവായനയും ഒക്കെയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതിന് ഓർത്ത് പരിശുദ്ധാത്മാവിന് നന്ദി പറയാം നമുക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം നമുക്കറിയാം ഒത്തിരി സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ ഒന്ന് അതെങ്ങനെ നേരിട്ടത്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ നേരിട്ടതെന്ന് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടലാണ് കൂടുതൽ സഹിക്കേണ്ടി വന്നിരിക്കുന്നത്. പല നാളുകളിലും പല ദിവസങ്ങളിലും ഒറ്റപ്പെടുക അതൊരു വല്ലാത്തൊരു സഹനമായിരുന്നു. അതുകൂടാതെ തന്നെ അപമാനമേൽക്കുക. ഇനി നല്ലത് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൂടിയിട്ട് നല്ല വചനങ്ങളൊക്കെ കേട്ട് നമ്മളെ തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ ഒരു മാറ്റം വന്നിട്ട് നമ്മൾ നന്മയായിട്ട് പല ആൾക്കാർക്കും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിയും അതുപോലെ അപമാനവുമാണ് ഏൽക്കുന്നത്. ഇതുകൂടാതെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ കാറൊക്കെ അവർ തല്ലിപ്പൊട്ടിച്ചു. പിന്നെ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവർ പെട്ടെന്ന് വന്ന്, നീ ഇന്നലെ വന്ന ആളല്ലേ, നീ ഇന്നലെ വന്ന പഴയ എൻ്റെ നീ ഇന്നലെ ബ്രാഹ്മണനായിട്ട് വന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ചെവിടത്തെ ഒരൊറ്റ അടിയടിക്കുണ്ടായി. അത് അപ്പോഴെല്ലാം കർത്താവ് എൻ്റെ ഉള്ളിലുള്ള പഴയ മനുഷ്യൻ എണീക്കുന്നുണ്ടെങ്കിലും ആ വചനമാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്, ആ വചനം നമ്മളെ മാറ്റുകയാണ്. ആ വചനം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടിരിക്കുമ്പോൾ വായിക്കുമ്പോഴോ ഈ വചനത്തിൻ്റെ ശക്തി നമ്മളറിയാതെ ഉള്ളിൽ ഒരാത്മാവ് നമ്മളിൽ വന്ന് ധൈര്യപ്പെടുത്തി അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള ഒരു കൃപ ദൈവം തരികയാണ്. അപ്പോൾ സഹനത്തിൽ ഒത്തിരി സഹനങ്ങൾ, അതോടൊപ്പം തന്നെ രോഗമായിട്ട് സഹനം കടന്നു വന്നിട്ടുണ്ട്. ആ രോഗത്തിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നമ്മൾ ദൈവം പറയുന്നു, നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം ദർശിക്കും. അത് ദൈവം പറഞ്ഞ വാഗ്ദാനം നമുക്ക് കിട്ടുകയാണ്, ആ രോഗത്തിൽ കിട്ടുകയാണ്. രോഗ ആ ഒരു ഹീലിംഗ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ കിട്ടുകയാണ് നമുക്ക് ചെയ്യുന്നത്. ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം നമുക്കറിയാം ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലേ. അതൊക്കെ എങ്ങനെയാണ് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനൊക്കെ അഭിമുഖീകരിച്ചത്? തീർച്ചയായിട്ടും ഏറ്റവും അധികം സങ്കടം വന്നിട്ടുള്ളത് ഒറ്റപ്പെടലാണ്. കുടുംബത്തിൽ നിന്നും അകന്നുപോയി, പിന്നെ ഒരുപാട് അപമാനം ഏൽക്കേണ്ടി വന്നു. ഇതുകൂടാതെ തന്നെ 91 തൊട്ടിട്ട് കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ എവിടെ കിടന്നു, എവിടെ ഭക്ഷണം കഴിച്ചു, അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോയ നാളുകളുണ്ടായിട്ടുണ്ട്. ഇവിടെയെല്ലാം കർത്താവിൻ്റെ വചനം വായിച്ചപ്പോൾ ആ വചനത്തിൽ കൂടെ ഒരു ശക്തി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു.
അത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ വചനം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചത്. അതായത് മറ്റുള്ളവർ പറയുന്ന കുറ്റാരോപണവും അല്ലെങ്കിൽ അപമാനിക്കലും അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം കർത്താവിനെ നോക്കുമ്പോൾ തന്നെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി രക്ഷകനായി ജനിച്ചു എന്നൊക്കെ കേൾക്കുന്ന ആ വചനങ്ങൾ വലിയ ആശ്വാസമായി മുന്നിലേക്ക് നയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതുപോലെ പീഡാസഹനത്തിനോട് ചേർത്ത് വെച്ചു അല്ലേ, എല്ലാ സഹനങ്ങളും കർത്താവിനോട് ചേർത്ത് വെച്ചു. ഇതുപോലെ ഒരു ദിവസം എല്ലാ വർഷവും എൻ്റെ ഈ കൂട്ടത്തിൽ രോഗവും കടന്നു വരുമല്ലോ, അതും ഒരു സഹനമാണല്ലോ. അങ്ങനെ എന്നെ പിടിയെ കൂടാതെ ഒരു രോഗം കടന്നു വന്നത് നാവിൻ്റെ അടിയിൽ ഒരു പുണ്ണാണ്. അത് എല്ലാ വർഷവും ആ പുണ്ണ് വരും. ആ പുണ്ണ് എത്ര ആയുർവേദിക് മരുന്ന് കഴിച്ചാലും എന്തെല്ലാം കഴിച്ചാലും വർഷത്തിൽ അത് വരും. അങ്ങനെ ഒരു ദിവസം ദേവാലയത്തിൽ വിശുദ്ധ തിരുവലിയിൽ ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു, ദൈവത്തെ കണ്ടുകൊണ്ട് ആ വചനം മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ച് കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഇത്. അപ്പോൾ അന്ന് ഒരു ലേ മിനിസ്റ്റർ ആയിരുന്നു ഞാൻ. ആ ലേ മിനിസ്റ്റർ ആയിരുന്നിട്ട് പോലും കർത്താവെ ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, ഈ കുർബാന കഴിഞ്ഞാൽ എൻ്റെ വായിൽ പുണ്ണ് മാറിയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തിരുശരീരവും അത് എൻ്റെ പുണ്ണിൻ്റെ അവിടെ വെച്ച് ഞാൻ പതുക്കെ ഇറക്കി കുർബാന കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുന്നു, അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 2012 ഇത് സംഭവിക്കുന്നത്. ഇന്ന് വരെ എൻ്റെ വായിൽ പുണ്ണ് വന്നിട്ടില്ല. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഈ സഹനം നമുക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ആ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ യാക്കോബിൻ്റെ പുസ്തകം 4:8 പറഞ്ഞതുപോലെ കർത്താവിനോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നില്ലേ, അത് നമ്മൾ അനുസരിച്ച് ആ കർത്താവിൻ്റെ കൂടെ വിശ്വസ്തനായിട്ട് നമ്മളിരിക്കണം. വിശ്വാസം ദൈവം തന്നു, ആ വിശ്വസ്തത നമ്മൾ പാലിക്കേണ്ടതാണ്. ആ വിശ്വസ്തയോടു കൂടി നമ്മളിരിക്കുന്ന സമയത്ത് കർത്താവിന് വന്നതുപോലെ തന്നെ സഹനങ്ങൾ നമുക്ക് വരും. പക്ഷെ അതെല്ലാം സഹിക്കാവുന്ന സഹനങ്ങളാണ് കർത്താവ് തരിക. ഇതുപോലെ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടു, കടബാധ്യതയിൽ കഷ്ടപ്പെട്ടു. അതുപോലെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി കർത്താവിൻ്റെ സാക്ഷ്യവും വചനങ്ങളും പറയാൻ പോയപ്പോൾ കാറൊക്കെ അടിച്ചു പൊട്ടിച്ചു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ, ആ കർത്താവിനെ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ ഈ സഹനം മാത്രം നോക്കി നിന്നാൽ നമ്മൾ അസ്വസ്ഥമാവും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഇത്രയാണ്, കർത്താവിൻ്റെ കൂടെ കർത്താവിനെ നോക്കുക, നീ ലജ്ജിതയാകുകയില്ല എന്നാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഡാനിയൽ ചേട്ടൻ പറഞ്ഞതുപോലെ സ്നേഹ ചേച്ചിയുടെ ജീവിതത്തിലും കുറേ സഹനങ്ങളിലൂടെയൊക്കെ ചേച്ചി കടന്നു പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾക്ക് കുഴപ്പമില്ല, ദൈവകൃപ കേട്ടോ. പക്ഷേ ഞങ്ങളുടെ മറ്റ് സമൂഹത്തിൽ ബന്ധുമിത്രാദികൾ കൂടെ നീ ലൊക്കേഷന് പോകുമ്പോൾ, ലീവിന് പോകുമ്പോഴൊക്കെ അവർ നമ്മളെ കാണുമ്പോഴും, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും അവർ വീട്ടിൽ കാഷ്വലായിട്ട് വിസിറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഇതാണ് ഒരു കുത്തുവാക്കുകളൊക്കെ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അവരോട് പ്രത്യേകിച്ച് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആരുടെ മകളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ നിമിഷം അത് അവരെയും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കും, ഈശോ ഇവർക്കും അങ്ങോട്ട് വെളിച്ചം കിട്ടാൻ അങ്ങൊരു വഴി ഒരുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ചില കൊളീഗ്സിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കാറുണ്ട്. അപ്പോഴും ഞാൻ പ്രതികരിക്കില്ല. മുമ്പ് ഞാൻ നല്ലൊരു പ്രതികരിക്കുന്നൊരു വ്യക്തിയായിരുന്നു, ഈശോനെ കിട്ടുന്ന മുന്നേ കേട്ടോ. അപ്പോൾ അതങ്ങ് മാറിപ്പോയി. പിന്നെ ഒരിക്കൽ എൻ്റെ ബ്രദറിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടായ സമയത്താണെങ്കിലും ആദ്യം ഞാനൊന്ന് മനസ്സ് കലങ്ങി ഒരു വിഷമാവസ്ഥയിലൊക്കെ പറഞ്ഞു. അപ്പോഴും കുടുംബത്തിൽ നിന്ന് കുത്തുവാക്കുകൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വിശ്വാസത്തിൽ പോയതുകൊണ്ടാണ് അവനിങ്ങനെ വന്നതെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്കറിയാം എൻ്റെ ദൈവം അങ്ങനെ ഞങ്ങളെ ഇതായി കളയുന്നൊരു ദൈവമല്ലെന്നും ജീവിക്കുന്നവനാണ് എൻ്റെ കർത്താവ്, നല്ല ബോധ്യമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഭയങ്കര ഒരു വയറുവേദന ഉണ്ടായി. അപ്പോൾ അതായത് ലിവറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബാക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന നല്ല പെയിനായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ എക്സ്റേ അല്ല സ്കാനിങ്ങും ബ്ലഡ് റിപ്പോർട്ട്സൊക്കെ നോക്കിയപ്പോൾ സർജനും ഫിസിഷ്യനൊക്കെ കണ്ടു. അത് കുഴപ്പമില്ല, നോർമൽ, ഒന്നും കാണാനില്ല, അവർക്കൊന്നും കാണില്ല. അപ്പോൾ ഏട്ടൻ പറയുണ്ടായിരുന്നു, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്ക് അവർക്ക് ഹീലിംഗ് കിട്ടുന്നതിൻ്റെയാണ്, നീ വിഷമിക്കേണ്ടതെന്ന് എന്നോട് പറയുമായിരുന്നു. പക്ഷെ എന്നാലും പുള്ളിയുടെ വേദന കാണുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് പോയി.
അപ്പോൾ ഇടയ്ക്ക് പുള്ളി അങ്ങനെ കാണിക്കില്ല, ഇടയ്ക്ക് ഇങ്ങനെ പെയിൻ ഉണ്ട് എനിക്കറിയാം. അപ്പോൾ കുർബാനയ്ക്ക് വന്ന പുള്ളി ഏട്ടൻ ഇങ്ങനെ ലേ മിനിസ്റ്ററായിട്ട് കുർബാന സ്വീകാരം നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ച യേശുവെ, ഏറ്റവും വലിയ ഔഷധം ഞാൻ നിന്നിലാണല്ലോ അഭയം തേടുന്നത്. ഈശോയുടെ പരിശുദ്ധ രക്തവും പരിശുദ്ധ ശരീരവും ഈശോ ഈ തിരുരക്തം വെച്ച് ഞാൻ ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒരു വിടുതൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈശോയുടെ തിരുരക്തം ഇവിടെ അച്ഛൻ അർപ്പിക്കുന്ന ഈ തിരുബലിയിൽ തിരുരക്തം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ ഭർത്താവിനെ അങ്ങ് സുഖപ്പെടുത്തണം. ഇനി ഞാൻ പറയില്ല കേട്ടോ, എനിക്ക് സങ്കടമായിട്ടാണ് ഞാൻ പറയണമെന്നിങ്ങനെ ഞാൻ പറഞ്ഞു. ഈ നല്ല സങ്കടം കൊണ്ടാണ് ഞാനിങ്ങനെ പറയണമെന്ന് പറഞ്ഞു. കുറച്ച് കുറേ കഴിഞ്ഞ് അതങ്ങ് മറന്നുപോയി ഞാൻ. പക്ഷെ ഞാൻ ഏട്ടൻ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് അച്ഛൻ എല്ലാവർക്കും കുർബാന കൊടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഈശോ പറഞ്ഞ് കണ്ണ് വീഴ്ചപ്പോൾ ഒരു ചുമന്ന പെയിൻറ്റിങ് ബ്രഷ് ഇങ്ങനെ ഏട്ടൻ്റെ വെള്ള ഷർട്ടിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇതായിട്ട് ഒരു ചുമന്ന വര ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് ആ നിമിഷം തന്നെ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു ആശ്വാസം എൻ്റെ മനസ്സിൽ ഇത് ഐസ് പോകണമെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങ് സുഖപ്പെടുത്തിയല്ലോ. അത് ആ ഒരു സമയത്തായാലും എനിക്ക് ഭയങ്കര പ്രയാസം. കാരണം ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ, റിലേറ്റീവ്സ് ആരും ഇല്ല, നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ലീവൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട്. അങ്ങനെ ഒരു അനുഭവം കർത്താവ് എനിക്ക് അതിലൂടെ ആശ്വാസം തരാനിടയായി. ഈ രണ്ടുപേരും സഹനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന വചനം ഇതാണ്. റോമക്കാർക്ക് എഴുതിയ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് അല്ലേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും അല്ലേ? ക്ലേശമോ ദുരിതമോ പട്ടിണിയോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ സ്നേഹത്തിൽ നിന്നൊന്നും ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും അതെ, ആ സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല, ഒന്നും പറ്റില്ല, സാധിക്കില്ല. അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് പറയുക. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കുന്നു, അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട്. എല്ലാ മഹത്വം ഈശോയ്ക്ക്. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മൾ ഒത്തിരി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥേനെ എങ്ങനെയാണ് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നേരിടുന്നത്? ജോഷി, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മക്കളില്ലാത്തൊരവസ്ഥ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം കർത്താവിൻ്റെ ഒരു സാന്നിധ്യവും വചനത്തിലൂടെയൊക്കെ കർത്താവ് നമുക്കത് തരണം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വിഷമം ഉണ്ടാകുന്ന പറഞ്ഞ നാട്ടിൽ പോകുമ്പോഴും എല്ലാം നമ്മുടെ റിലേറ്റീവ്സും നാട്ടുകാരൊക്കെ ചോദിക്കും, എന്താ ഇങ്ങനെ കുട്ടികളില്ലാത്തത്, എന്താണ് കുഴപ്പം, ഏത് ഡോക്ടറെ കാണിച്ചു, ഇന്നടുത്തൊരു ഡോക്ടറുണ്ട് അങ്ങോട്ട് പോയിക്കൂടെ എന്നിങ്ങനെ കുറേ പറയും. പിന്നെ മറ്റു ചിലർ പറയാം, നിങ്ങൾ വിശ്വാസം മാറിപ്പോയത് കൊണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, നമ്മുടെ തലമുറകളിലോ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെ മക്കളില്ലാത്തവരുണ്ട് ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എനിക്ക് തുടക്കത്തിൽ തന്നെ ഒരു വിഷമം ഫീൽ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കർത്താവ് എനിക്കറിയില്ല എന്നെ ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയും എനിക്കങ്ങനെ വിഷമം തോന്നുന്നില്ല കുട്ടികളില്ലാത്തതുകൊണ്ട് അത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അന്നേരം അവർ പറയും, നമ്മൾ കുട്ടികളെ നോക്കാതിരിക്കുമോ, അടുത്ത റിലേറ്റീവ്സിൻ്റെ കുട്ടി. അപ്പോൾ എന്താ എനിക്ക് കുട്ടികളോടൊന്നും തോന്നലും ഇഷ്ടമില്ലാത്തത് പറയും. നാട്ടിലതനുസരിച്ച് നമ്മൾ നോക്കിയാലും കുഴപ്പം എടുത്താലും കുഴപ്പം, അങ്ങനെ ഒരു സിറ്റുവേഷനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെക്കേഷൻ വന്നിരിക്കുന്നതാണ്, ഞാൻ കുട്ടികളുടെ വാർഡിൽ അനേക കുട്ടികളെ തൊട്ട് തലോടി പ്രാർത്ഥിച്ചൊക്കെ ശുശ്രൂഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നും ഇല്ല, തോന്നാറില്ല. അതത്രയേ ഉള്ളൂ ഞാൻ കാഷ്വലായിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് പോകുന്നതിനെ പറ്റിയിട്ടും എല്ലാം ജനറലി പറയുകയാണെങ്കിൽ ഞാൻ ആരെങ്കിലും പരിചയപ്പെടുന്നവർക്ക് കുട്ടികളില്ലാത്തൊരവസ്ഥയിലാണ് വരുമ്പോൾ അവർക്ക് ആദ്യം എന്നോട് തന്നെ പറയാനൊരു മടി ഉണ്ടാവുമായിരിക്കും, ഇവൾക്കും ഇല്ലല്ലോ എന്നൊരു മൈൻഡ് ആയിരിക്കാം. അപ്പം ഞാൻ കേട്ട ഉടനെ പറയുമായിരുന്നു, ദൈവത്തിന് എല്ലാത്തിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ഞാൻ അങ്ങനെ പിന്നെ ശാന്തമായിട്ട് വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരെ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നതായിട്ട് കണ്ണിൽ കണ്ടുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയുടെ കയ്യിൽ അവർക്ക് കുഞ്ഞിനെ കൊടുക്കണമേ, പരിശുദ്ധ അമ്മയെ അവർക്ക് അമ്മ ഭാഗ്യം കൊടുക്കണമിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈവൻ ഇപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ചേച്ചി അതൊരു പ്രാർത്ഥനയാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ചേച്ചി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ വന്നത് പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അവസ്ഥ ഡാനിയൽ ചേട്ടൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയൊരു സഹനമാണ് ദൈവം നമുക്ക് തന്നത്. കാരണം എവിടെ പോയാലും, ഇനി ഏത് ബാർബർ ഷോപ്പിൽ പോയാലും അപ്പോൾ ചോദിക്കും, നിങ്ങളുടെ എത്ര മക്കളുണ്ട്, എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അതൊരു വേദന തന്നെയാണ്. പിന്നെ കൂടാതെ തന്നെ എൻ്റെ ബന്ധക്കാരെല്ലാവരും പറഞ്ഞു വേറെ കല്യാണം കഴിക്കാൻ.
അപ്പോൾ ഇങ്ങനെയൊക്കെ കടന്നു വരും, പല സഹനങ്ങളും കടന്നു വരും. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, അല്ലെ ദൈവത്തെ കാണുന്നവർക്ക്, ദൈവവചനം കാണുന്നവർക്ക് അതൊന്നും വലിയ പ്രസക്തമല്ല. കാരണം ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ആദ്യം ദൈവം നമുക്കൊരു ഭാര്യനെ തന്നു, പിന്നെ ഒരു കുഞ്ഞ് തരുന്നതും ദൈവമാണ്, കുഞ്ഞ് തരാത്തതും ദൈവമാണ്. അപ്പോൾ നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് വിഷമിക്കുന്നതിനേയും കാട്ടിലും തന്ന ഭാര്യനെ പറ്റി, നമുക്ക് ഭാര്യനെ തന്നല്ലോ, നല്ല ഭാര്യനെ തന്നല്ലോ, യേശുവിനെ വിളിക്കുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന ഭാര്യനെ തന്നല്ലോ, അതിനെ പ്രസക്തി കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ മറ്റുള്ള വിഷമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് വിടുതൽ കിട്ടും. വിടുതൽ തരുന്ന യേശുവാണ് നമ്മുടെ കൂടെ. അപ്പോൾ ദൈവത്തിന് ഇനി ലൂക്ക 1:37 പറയുന്നു, ഒന്നും അസാധ്യമല്ല, ഒന്നും അസാധ്യമല്ല. ബൈബിൾ തുടങ്ങുന്നത് തന്നെ അബ്രഹാം പിതാവിന് എത്രയോ വയസ്സായിട്ട് കുഞ്ഞില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞ് തന്നാലും സ്തുതിക്കും, കുഞ്ഞ് തന്നില്ലെങ്കിലും സ്തുതിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ അതൊരു എന്താ പറയുക, അബാ പിതാവേ എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരാതെ പറയാൻ പറ്റത്തില്ല എന്നതുപോലെ കർത്താവ് വിശ്വാസം തന്ന് നമ്മൾ ആ വിശ്വസ്തതയായി ഇരിക്കുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് കിട്ടി, ആ ധൈര്യം നമുക്ക് കിട്ടുന്നത്. മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളില്ല, നിങ്ങൾക്ക് എന്തത് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. ഞാൻ ഈ കാര്യത്തിൽ വിഷാൽ എല്ലാ കാര്യങ്ങളും ഏട്ടനോട് പറയുന്ന ഉണക്കി ഇത് ഞാൻ വന്ന് പറയുമ്പോൾ പുള്ളിക്കിത് അറിയാം എൻ്റെ ഒരു വിഷമം. അപ്പോൾ പുള്ളി പറയും, എടീ നീ എനിക്ക് മോളാണ്, ഞാൻ നിൻ്റെ മകനും അല്ലേ, പിന്നെ നമ്മുടെ കൂടെ കർത്താവില്ലേ എന്നിങ്ങനെ കേട്ട കാശിലിട്ട് പറയാറുണ്ട്. പ്രൈസ്തലോട് ആ ഒരു സ്നേഹബന്ധം മതി നമുക്ക് അല്ലേ. ദൈവത്തിലുള്ള വിശ്വാസം പ്ലസ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം, അതാണ് എന്താ പറയുക, ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, അത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നുണ്ട്. എല്ലാ മഹത്വ ഈശോയ്ക്ക്. തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവ് തമ്മിൽ യാതൊരു തകർച്ച വരാൻ പാടില്ല. ഒരിക്കലും തകർച്ച വരാൻ പാടില്ല. കാരണം അതൊരു പ്രോസസ്സാണ്, ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം. ഇനി കുഞ്ഞ് വയറ്റിലുണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞ് എങ്ങനെയാണ് ജനിക്കുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഡോക്ടർ പോലും പറയും ഇത് കുറച്ച് കഴിയട്ടെ എന്നുള്ള രീതിയിൽ. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളുടെ വാർഡിലാണ് ചേച്ചി വർക്ക് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ഈശോനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ചേച്ചിക്ക്? ഞങ്ങൾ കുട്ടികളുടെ വാർഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയിട്ടുള്ളൊരു വേറെ നാട്ടിലെ ഒരു നാട്ടുകാരുണ്ടായിരുന്നു. അവർക്ക് ആ കുഞ്ഞിനൊരു ഹാർട്ട് കേസാണ്, അത് ഇമ്മീഡിയറ്റ് സർജറി വേണം പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സർജറിക്കുള്ള പൈസയില്ല, ഇവർ വിസിറ്റിംഗ് വിസയിലായിരുന്നു ഈ അമ്മയും കുഞ്ഞും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളും എൻ്റെ കൂടെ ഒരു ഫിലിപ്പിനോ കൊളീഗ് ഉണ്ടായിരുന്നു, അവൾ ഞാനും കൂടെ വർത്താനം ഭംഗിയ പേഷ്യൻസിനോട് സംസാരിച്ച് നല്ല ഇതാവുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കയറി ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു, നമ്മുടെ ദൈവം ശക്തനാണ്, നിനക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ അവളാണ് പറഞ്ഞു, ഞാൻ വിശ്വാസം മാറിപ്പോയ വ്യക്തിയാണ്, എൻ്റെ ഭർത്താവൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയതാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾ നിൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, നിൻ്റെ കുഞ്ഞിന് ഭേദമാകും, അതുപോലെ നിൻ്റെ ഭർത്താവും തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒറ്റ വാക്കി പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നീട് പറയൂ ഇതെങ്ങനെ നടക്കും, അത് നമ്മുടെ മാനുഷികമായിട്ട് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അവർ തന്നെ പറയണ്ടായി, നിങ്ങൾ യേശുവിൻ്റെ നാമം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് സഹായങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാത്തൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കൽ എക്കോയ്ക്ക് കൊണ്ടുപോയി ഞാനാണ്. ആദ്യം എക്കോയ്ക്ക് കഴിഞ്ഞ ശേഷമാണ് ഈ ഇത്ര വലിയ ഹാർട്ട് കേസാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വാർഡിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് സെക്കൻഡ് എക്കോയ്ക്ക് കൊണ്ടുപോയത് വേറൊരു കൊളീഗാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് അവർ പുള്ളിക്കാരി വിളിച്ച് പറഞ്ഞു, അന്നത്തേക്കാളും അല്ല ഒരുപാട് മാറ്റം, അവിടുത്തെ ഡോക്ടർ തന്നെ അബുദാബി വരണം ഞങ്ങൾക്ക് അന്ന് എക്കോ ചെയ്യാനൊക്കെ ആയിട്ട്, ഒരുപാട് മാറ്റമുണ്ട് എന്നിങ്ങനെ പറയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡോക്ടേഴ്സ് എല്ലാം കണ്ടപ്പോൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് സർജറി വേണമെന്നുള്ള സ്റ്റേജിൽ നിന്ന് ആ കുട്ടിക്ക് ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, കുഞ്ഞ് വളരും തോറും എന്നുള്ള സ്റ്റേജിലേക്ക് കർത്താവ് എത്തിച്ചു. അതുപോലെ കുഞ്ഞിന് നമ്മൾ കാണുമ്പോൾ നല്ല സൈനോസിസ് നീല നിറം വരുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഓക്സിജനേഷനെല്ലാം SpO2 പറയും ഞങ്ങൾ, അതെല്ലാം കൂടി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു.
അത് മാത്രമല്ല അപ്പോൾ ഞങ്ങൾ അവളെ കൈ പിടിച്ച് പറഞ്ഞു, കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിനെ തേടി വരും കേട്ടോ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കതിൽ വിശ്വാസമില്ല, അത് എവിടെയാണെന്ന് പോലും അറിയില്ല പറയേണ്ടത്. പിന്നെ 3-4 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, അവരുടെയും ഭർത്താവും വേറെ രാജ്യക്കാരനാണ്. അപ്പോൾ ഒരാൾ അന്വേഷിച്ചിട്ട് ഇവരെ അന്വേഷിച്ച് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഇവൾ എന്നെ കണ്ടപ്പോൾ പറയുന്നതായിരുന്നു, എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ തോന്നി, ദൈവം തോന്നിച്ചതായിരിക്കണം. എന്നിട്ട് അവർ ആ നാട്ടിലുള്ള അമ്മയെ വിളിച്ച് ഇവരുടെ അഡ്രസ്സ് വാങ്ങിച്ച് വന്ന് അതായി. പിന്നെ അവർ പറഞ്ഞു, മരിക്കും വരെയും ഞാൻ കർത്താവിനെ വിട്ടു മാറില്ല, എനിക്ക് പൂർവാധികം വിശ്വാസത്തിൽ വന്നു. ഞാൻ എൻ്റെ അമ്മയോടും വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ പ്രാർത്ഥനയുണ്ട് നീനെ പറയുമായിരുന്നു. അങ്ങനെ ഒരു അനുഭവം, മറക്കാനാവാത്തൊരു അനുഭവം. അതായത് ചേച്ചിയുടെ ഒരു പ്രാർത്ഥന ഒരു കുടുംബത്തെ ഒന്നിച്ച് ചേർത്തു, അതോടൊപ്പം തന്നെ രോഗസൗഖ്യം കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ഈ ചെറിയൊരു പ്രാർത്ഥനേനെ ഈശോ എത്രമാത്രം വിശ്വാസത്തോടുള്ള പ്രാർത്ഥനേനെ ഈശോ എത്രമാത്രം മാനിക്കുന്നു അല്ലേ. എല്ലാം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈശോനെ കണ്ടുകൊണ്ട് എനിക്ക് ഈശോയുടെ ആണിപ്പാടുള്ള കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ ഇടാറുണ്ട്. അതിൽ ചേർത്ത് വെച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് ഇതിന് അനുഭവങ്ങൾ ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ കാഷ്വലായിട്ട് നേരമില്ലെങ്കിലും ഈ ഈശോയുടെ രൂപം ഞാൻ കണ്ടുകൊണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. ഈ പുതുവർഷത്തിൽ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 4:12. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഈ ദമ്പതികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ 2024 അനുദിന വിശുദ്ധിയിൽ വളരുവാനായി ഓരോ കാര്യവും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം: എൻ്റെ സ്ഥാനത്ത് ഈശോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എപ്രകാരമായിരിക്കും പ്രവർത്തിക്കുന്നത്? ഈ ചിന്തയോടെ നമ്മുടെ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയുമായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.